കൺസെപ്റ്റാണ് പെട്രോ ഡോളർ. ഡോളർ എന്ന് പറഞ്ഞ സാധനത്തിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുവച്ചത് സൗദി അറേബ്യയും സൗദി അറേബ്യയുടെ പെട്രോൾ ആസ്തിയുമാണ്. അപ്പോൾ അന്ന് മുതൽ ആ ഒരു സംഭവത്തിന് ശേഷം ഡോളറിൻ്റെ വാല്യൂ ഓയിൽ റിലേറ്റഡ് ആകാൻ തുടങ്ങി അന്ന് മുതൽ അമേരിക്കൻ്റെ കഴുകൻ കണ്ണുകൾ മൊത്തമുള്ളത് ലോകത്തെവിടെയൊക്കെ ഓയിൽ ഉണ്ടോ, നല്ല രീതിയിൽ ഓയിൽ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ ചെന്ന് ഇവർ ആക്രമിക്കാൻ തുടങ്ങി. അത് ഓയിലിനോടുള്ള ആർത്തിയല്ല, പ്ലസ് ഓയിലിനോടുള്ള ആർത്തി മീൻസ് ഓയിൽ ആൻഡ് ദിസ് ഡോളർ ഈസ് ഇൻട്രാ കണക്റ്റഡ്, ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആകാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഡോളറിനെ സംരക്ഷിക്കണമെങ്കിൽ ഈ ഓയിലുള്ള രാജ്യങ്ങളൊക്കെ എന്തിൽ വിനിമയം ചെയ്യണം, ഡോളറിൽ ട്രാൻസാക്ഷൻ നടക്കണം. ഫസ്റ്റ് ഇവരെ കണ്ണിൽ കരടായിട്ട് വന്നാരാന്നറിയോ? സദ്ദാം ഹുസൈൻ, ഇറാഖ്. അവർ പറഞ്ഞില്ല അങ്ങനെ ഡോളർ അംഗീകരിക്കേണ്ട ആവശ്യം നമുക്കില്ല, നമ്മൾ നമ്മുടേതായ രീതി ചെയ്യും. ടപ്പ്, സദ്ദാം വാസ് ഔട്ട്, സദ്ദാമിന് തട്ടി. രണ്ടാമത് വന്നാരാന്നറിയോ? ലിബിയ, പാവപ്പെട്ടവൻ. അവൻ പറഞ്ഞ അയാളാണെങ്കിൽ ഡോളറിനെതിരെ പോരാടിയെന്ന് മാത്രമല്ല, ഓയിൽ ഉൽപ്പന്നങ്ങൾ ഡോളറിൽ വിൽക്കില്ലെന്ന് മാത്രമല്ല, ഗദ്ദാഫി പറഞ്ഞത് ഈ ഡോളറിനെ നമ്മളെന്തിനാ ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഡോളറിന് എന്തിനാ അനാവശ്യമായിട്ടൊരു വില കൊടുക്കുന്നത്, ഞാൻ എൻ്റെ ഒരു കറൻസി ഉണ്ടാക്കാൻ പോവാണ്, അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിഫൈഡ് ആയിട്ടൊരു കറൻസി ഉണ്ടാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ ഗോൾഡിൻ്റെ ആനുപാതികമായി വെച്ചിട്ട് നമ്മുടെ കറൻസിയിലാണ് നമ്മളിനി ബിസിനസ് ചെയ്യാൻ പോകുന്നതെന്ന് ഗദ്ദാഫി പറഞ്ഞതാണ്. ഗദ്ദാഫിയെ ബ്രൂട്ടലായിട്ട് അവർ മർഡർ ചെയ്തത്. ഇത് US എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ തിയറി പ്രകാരം ദ സോ കോൾഡ് റോഡ്ഷീൽഡ് ആൻഡ് ദ കൺസോഷ്യം ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് ജൂസ്, അവരുടെ ഒരു ഐഡിയ പ്രകാരം ഈ ഗദ്ദാഫിയെ തട്ടി. പിന്നെ ഉള്ളത് ആരൊക്കെയാണ്? സിറിയയിൽ നടന്നത് എന്താണ്? ഇത് തന്നെയാണ്. അഫ്ഗാനിൽ നടന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ഇപ്പം നടന്ന വെനിസുലയിൽ നടന്നത് ഇത് തന്നെയാണ്. ഡോളറിനെതിരെ ശബ്ദിക്കുന്നുണ്ടോ? സ്റ്റോറി ഈസ് ഫിനിഷ്. അപ്പോൾ സെയിം സ്റ്റോറി അത് അമേരിക്കയ്ക്ക് എവിടെ തൊട്ടാൽ പൊള്ളുമെന്നറിയുന്ന വ്യക്തമായ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ഇറാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ ഹൊർമൂസിലൂടെ പോകാൻ അമേരിക്കയോ ഇസ്രായേലിൻ്റെയോ ഒരു കണ്ടെയ്നറും ഒരു ക്രൂഡ് ഓയിൽ ഷിപ്സും ഞങ്ങൾ വിടത്തില്ല. പ്ലസ് ഇനി ഇതിലൂടെ പോകണമെങ്കിൽ ഏത് രാജ്യമായിക്കോട്ടെ, അവർ ഈ ഓയിലിൻ്റെ പ്രൈസ് യുവാനിൽ, ചൈനീസ് റുപ്പീസിൽ, യുവാനിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമേ ഞങ്ങൾ വിടത്തുള്ളൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നടക്കാൻ പോകുന്നത് ഡിസാസ്ട്രസ് ആയിട്ടുള്ള യുദ്ധമായിരിക്കും. കാരണം അമേരിക്കയുടെ ഡബിൾ ഈഗോയിലാണ് ഇവരോട് അടിച്ചിരിക്കുന്നത്. ഈ അടി കൊണ്ട് അമേരിക്ക